നിന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് എണീക്കാനൊക്കെ ലേറ്റായി. നമ്മളിപ്പോൾ എന്താ പറയുക, സമയം ഇപ്പോൾ 12 മണിയായി. നമുക്ക് ശരിക്കും ചെക്കൗട്ട് 11 മണിയാണ്. നമ്മളിപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം റെഡി ആയി കഴിഞ്ഞു. നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ബേർഡ് സാങ്ച്വറി, അതുപോലെ തന്നെ കുറച്ച് വെള്ളച്ചാട്ടം, പിന്നെ മിനി സ്വിറ്റ്സർലൻഡ്, അതൊക്കെ ഇവിടെ അടുത്താണ്. പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറും. നമുക്ക് ട്രെയിൻ വരുന്നത് 3:30 അങ്കമാലിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ അതിന് മുന്നേ നമുക്ക് ഇറങ്ങണം. സോ എന്താ പറയുക, നമുക്കറിയില്ല അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ബാക്കിയുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരിങ്ങി വെയിറ്റ് ചെയ്യാം. അവർ വന്നിട്ട് വേണം നമുക്ക് അടുത്ത പ്ലാൻസൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇനി ഫോട്ടോ എടുക്കണം, ഫോട്ടോ സെഷൻ ഉണ്ട് നമുക്ക്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ഇവിടെ 8 റൂംസ് ഉണ്ട് മൊത്തം. അപ്പോൾ നമുക്ക് വലിയൊരു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് ആകെ 3 റൂംസ്, ഞങ്ങൾക്ക് വേണ്ട 3 റൂംസ് തന്നെയാണ് ഫില്ലായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രൈവറ്റ് സ്പേസ് കിട്ടിയ പോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ മഴയുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അധികം പുറത്തിറങ്ങി നടക്കുക അതൊന്നും നടന്നില്ല. അതാണ് ആകെ ഒരു കുറവ് കൂടെ എനിക്ക് തോന്നിയത്. നല്ല മഴയായിരുന്നു വന്ന ഫുൾ ടൈം. പിന്നെന്താ പറയുക, നമ്മൾ ഫുഡുകളൊന്നും ഇവിടെ നിന്നല്ല പറഞ്ഞത്. നമ്മളെല്ലാതും പാർസൽ എടുക്കുക, മീൻസ് തൊട്ടടുത്ത കടയിൽ നിന്ന് പാർസൽ മേടിച്ച് കൊണ്ടുവന്ന് കഴിക്കുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസും എല്ലാ കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നല്ല എന്താ പറയുക, പുഴ നദിയോരമാണല്ലോ, അപ്പോൾ നദി ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈ സ്റ്റേ ഇറ്റ്സ് വെരി ഗുഡ്. സോ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ ഇതുമാതിരി ഒന്ന് എന്താ പറയുക, സിറ്റി ടൗണൊക്കെ വിട്ട് ഒന്ന് ഫ്രീ ആയി നാച്ചുറലി എന്താ പറയുക, ഭയങ്കര പീസ് ആൻഡ് കാമായിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ നദിയോരം. സോ പ്ലീസ് കം ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ബാക്കി ടീംസിനൊന്നും കാണത്തുണ്ട്, അവരെങ്ങനെ നോക്കി പോവാം, അവരോട് എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ആദ്യം ശ്രീലക്ഷ്മി ഫ്ലവർ മീരയുടെ റൂമിലേക്കാണ് പോകണേ. എന്താ അവിടെ അവർ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ലാസ്റ്റ് മിൽക്കപ്പണിയിലാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും ഒരുമാതിരി പാടി തളർന്നൊരവസ്ഥയിലാണ്. ഇതാണ് നമ്മുടെ 106 നമ്മുടെ മുറി, ഒരു എക്സ്ട്രാ ബെഡ് ഇട്ടുള്ള മുറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി സെന്നേനെ നോക്കാൻ വേണ്ടി 108ലേക്ക് പോവാം. സോ അവിടേക്ക് നമ്മൾ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. നീയാണോ തുറക്ക്? ഞാനാ റെഡിയായാ? വീട്ടിൽ പോണ ഇവിടെ നിക്കണ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എല്ലാരും ബാഗൊക്കെ എടുത്ത് ഇതാ റെഡി ആവാണ്. പോയി അവള് പോയി. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മളിനി ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ പ്രോപ്പർട്ടി. ഇവിടെ ഇനിയും അപ്പുറത്തൊക്കെ ആയിട്ട് വേറെ കുറച്ച് റൂംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരാൻ എല്ലാവർക്കും നിൽക്കാനൊരു 8 റൂമൊക്കെ ഉള്ളത് അറിഞ്ഞുകൊണ്ട് നമുക്ക് മാക്സിമം അത്രയും ഒരു 8 ഫാമിലിക്കൊക്കെ വരെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. നോക്കിയേ ലോക്കാച്ച, ദോ പറഞ്ഞു തരുന്നു ലോക്കാച്ച. ലോക്കാച്ച ഇങ്ങോട്ട് നോക്കി പ്ലീ 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 പ്ലീ. അറിയില്ല, അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട്. ചേട്ടനെ കാണില്ല. അയ്യമ്മ അറിയാൻ നോക്കി. ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ തിരിച്ചതാ കാറിൽ കയറിയിരിക്കുകയാണ്. ഒന്ന് നോക്ക്, നമ്മളിപ്പോ ഇവിടുന്ന് മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോവാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ റംബുട്ടാൻ നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം. ഈ ബാക്കിൽ നെറ്റ് ഇട്ടിരിക്കുന്നത് മൊത്തം ഈ റംബുട്ടാൻസ് ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു വീട്ടിലേക്ക് കയറിയിട്ടുള്ള റംബുട്ടാൻ സെയിലുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും റംബുട്ടാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും കിട്ടിയ ഫ്രഷ് റംബുട്ടാൻ. ശരിക്കും റംബുട്ടാൻ പോലെ തന്നെ കാണിച്ചോ? 2, 3 കൈക്കലാക്കി ഫ്ലവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മേരിയുണ്ട്. റംബുട്ടാൻ വിൽക്കണേ ആണോ? റംബുട്ടാൻ ഇഷ്ടായോ? 1 കിലോ റംബുട്ടാൻ എത്രയാ?
10. ഇഷ്ടായ റംബുട്ടാൻ? ബാബാ പോവാ. മരത്തിന് ഫ്രഷ് ആയി പൊട്ടിച്ചതാണ് ഗൈസ്. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ കുറേ റംബൂട്ടാൻസ് ഉണ്ട്. കുറേ റംബൂട്ടാൻസിൻ്റെ മരങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞ് നല്ല പഴുത്ത റംബൂട്ടാൻസ് അതിന് കുറേ കാണാം. ബാക്കിയുള്ളവർക്ക് കുറേ മരങ്ങളുണ്ട് ഇതുമാതിരി. അപ്പോൾ നമ്മളെല്ലാവരും, അതായത് നമ്മൾ 5 ഫാമിലി ഉണ്ട്, 5 ഫാമിലീസും 3 കിലോ വെച്ചിട്ടാണ് എല്ലാവരും മേടിച്ചിരിക്കുന്നത്. പൊട്ടുന്നില്ല എങ്കിലും ഹെൽപ്പ് ചെയ്യേ. അപ്പനെ ഹെൽപ്പ് ചെയ്യാം. അപ്പനെ പറഞ്ഞെങ്കിൽ എനിക്കങ്ങനെ പറ്റും. ഇവരാരും പൊട്ടിച്ചേരുന്നില്ല. അയ്യോ പറ്റണില്ലേ? ഇല്ലേ? കൈയടിച്ച് നമ്മളെല്ലാവരും 5 കിലോ വെച്ച് പറഞ്ഞുകൊണ്ട് അവർക്ക് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. ഒരു ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ ആയിട്ട് അവർ കുറേ റംബൂട്ടാൻസ് കുറയ്ക്കേണ്ടി വന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിറയ്ക്കാനായിട്ട്. സോ നമുക്ക് ഇവിടെ റംബൂട്ടാനെ 1 കിലോയ്ക്ക് 200 രൂപ വെച്ചിട്ടുള്ള രീതിക്കായിരുന്നു നമുക്ക് റേറ്റ് പറഞ്ഞത്. സോ 3 കിലോന് നമുക്ക് 600 രൂപ റേറ്റ് വന്നു. ഇവിടെ ആണെങ്കിലും റേഞ്ചൊക്കെ കുറവായിരുന്നു. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കയ്യിൽ കാശ് പിടിക്കുന്നത് നല്ലതായിരിക്കും. മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടാൽ നമ്മളിതാ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് 3 കിലോ റംബൂട്ടാനും മേടിച്ചിട്ടാണ്. സോ എല്ലാവരും റംബൂട്ടാൻ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല റംബൂട്ടാൻസ് നമുക്ക് കിട്ടുന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എല്ലാവരും ഡബിൾ ഹാപ്പിയാണ്. സോ നമുക്ക് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പ്ലാൻ പോലെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാം. ദ മിനി സ്വിറ്റ്സർലാൻഡ്. ഹലോ, ഇപ്പം നമ്മളിപ്പോൾ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇതാ ഇതിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തു. ഈ മിനി സ്വിറ്റ്സർലാൻഡിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല. നമുക്ക് ഇച്ചിരി ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇപ്പം നമുക്ക് അവിടെ ബോർഡൊക്കെ കാണാം. നമുക്കിങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാനുള്ള വഴി കാണിച്ചിട്ട് കാറിൽ പുറത്ത് പാർക്ക് ചെയ്യാൻ പറഞ്ഞു. കാരണം ആ റോഡ് ഭയങ്കര ചെറുതുമാണ്, ഭയങ്കര കൺജസ്റ്റഡും ബ്ലോക്കൊക്കെ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്. അപ്പോൾ നമ്മളങ്ങനെ കാർ പുറത്തിട്ടിട്ട് ഇതാ നമ്മളെല്ലാവരും സ്വിറ്റ്സർലാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെളിച്ചായി. മീര വിസികൾ ഹലോ അങ്ങോട്ട് പോണ വഴിയാണെങ്കിൽ തന്നെ ഒരു രസമുള്ള ഒരു പച്ചപ്പിൻ്റെ ഉള്ളിൽ ഒരു വഴി തന്നെയാണ് അതും. നമ്മളോട് മിനി സ്വിറ്റ്സർലാൻഡ് എത്തിയിരിക്കുകയാണ്. ഈ സ്വിറ്റ്സർലാൻഡ് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര പച്ചപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ്. ഇവിടെ ഈ പച്ചപ്പുകളുടെ ഇടയിൽ ഇങ്ങനെ വെള്ളം തോട് പോലൊക്കെ കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു ചെറിയ പാലം പോലെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലാണ് നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് വന്നു. ജേണി നല്ല അടിപൊളിയായിരുന്നു. ബിക്കോസ് ഞങ്ങൾ ഇടുക്കിന്നാണ് വന്നത്. നീ അതെ, നമ്മൾ ഇടുക്കിയിൽ നിന്ന് നേരെ സ്വിറ്റ്സർലാൻഡിലേക്കാണ് വന്നത്. വീം പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു നാണില്ലാത്ത കാരണം കൊണ്ട് നിങ്ങളിങ്ങനെ പലതും പറയും. അത് നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ മഴ പെയ്തു തുടങ്ങി. എൻ്റെ ഇടയ്ക്ക് ജോഷ് അപ്പുറത്തെ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒരു കുടയും 5 കുഞ്ഞിപ്പങ്ങളെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണെങ്കിലും വൈബ് അടിക്കാൻ ഞങ്ങൾക്കൊരു കുറവില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ വെള്ളത്തിൽ നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര തണുത്ത വെള്ളം, ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു അവിടെ. ഗൈസ്, നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. ഒരു കൊടയില്. പക്ഷെ ഒരാളെ ഞാൻ കാണിച്ചു തരാവേ. അങ്ങ് ദൂരെ കാണാൻ പറയത്ത് നടന്നു വരുന്ന ജോഷ കണ്ട ഇത്തിരി ദൂരെയാണ്. അത് നല്ല മഴയും മഴയുടെ കുളിരും പുലർക്കാല സല്ലാപം കാലത്തൊരു കാണാൻ കൈലം.
ഞങ്ങളുടെ ഈ കളരകം കേട്ടിട്ട് മഴ തന്നെ പേടിച്ചു തോന്നുന്നു. 2 മിനിറ്റിൽ മഴ നിന്നു. അങ്ങനെ നമ്മളിതാ തിരിച്ച് ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവർക്കും നല്ല മടിയുണ്ടായിരുന്നു. കാരണം ഭയങ്കര അടിപൊളിയായിട്ടുള്ള വെള്ളം, ഭയങ്കര തെളിഞ്ഞ വെള്ളമായിരുന്നു, നല്ല തണുവുണ്ടായിരുന്നു, ഭയങ്കര റിഫ്രഷിങ് പോലത്തെ ഒരു ഫീലായിരുന്നു. സോ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ ഒടുക്കത്തെ മടിയായിരുന്നു. എന്നാലും നമ്മൾ ഇവിടെ നിന്നൊരു കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതാ പതുക്കെ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് ഐസ്ക്രീംസും അതുപോലെ തന്നെ ചൂടുള്ളതായിരുന്നെങ്കിൽ വറുത്തേക്കണ കുറച്ച് ഐറ്റംസും വിൽക്കുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചൂടുള്ളത് കഴിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് കോളിഫ്ലവറും മുട്ട ബജിയും അതുപോലെ തന്നെ മുളക് ബജി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളിഫ്ലവറും മുട്ട ബജിയും വേണ്ടതോളം കഴിച്ച് അങ്ങനെ വയറ് നിറച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷാനുചേട്ടനും സെന്നി തൃശ്ശൂരുകാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. 6 മണി എന്തോ ആയപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ എത്തി. അപ്പോൾ ഞങ്ങൾ ഇനി ഒരു ചായ കുടിക്കാൻ വേണ്ടി തോമസൻ ഗ്യാസൊക്കെയാണ് കയറിയത്. സോ അവിടെ ഞങ്ങൾ ചായയും പഴംപൊരിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആസ് യൂഷ്വൽ. ഇവിടുത്തെ ബെസ്റ്റ് ക്രീം ബൺ ആയിരുന്നുകൊണ്ടും അതുകൂടെ കഴിഞ്ഞുകൊണ്ടും ജിജീസ് കേക്ക് എന്ന് പോയിട്ട് ക്രീം ബൺ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജോഷു അത് മേടിക്കാൻ പോയി. പക്ഷേ അവിടെ നിന്ന് കട ക്ലോസ്ഡ് ആയിരുന്നു. സോ ശ്രീലക്ഷ്മിക്കും മേടിക്കാൻ അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്നാലും ഒരു പഴംപൊരിയൊക്കെ വെച്ചത് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും 4 മണിക്ക് പോകുന്ന കാരണം കൊണ്ട് ഇനി നമ്മൾ എന്ത് കണ്ടുമുട്ടുന്നുള്ളൊരു ആശങ്കയിലാണ് എല്ലാവരും. ആ ഒരു വിഷമത്തിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഇവരെല്ലാവരും ചായ ബസ് നേരെ വന്നിട്ട് ചായ മറ്റേ സ്വിറ്റ്സർലൻഡ് ചെന്നപ്പോ ഞാൻ എനിക്ക് ചെന്നപ്പോ യൂഎസ് നേരടിക്കില്ല കാശുണ്ട് പഠിച്ച് പോകരുത്. ശ്രീലക്ഷ്മി US അറ്റ് എ ടൈം 4 സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ട്. കൊച്ചു വഴി ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. അവളുടെ വിസ കൊണ്ട് ഇതുപോലൊക്കെ ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇങ്ങനത്തെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ. അതെ, അങ്ങനത്തെ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന. നീ എന്താ പറയുക, പഴംപൊരി കഴിക്കാറില്ല? അല്ല, ഞാൻ ഓയിലാണ്. ഞാൻ നീ കഴിക്കണത് നേരത്തെ വീഡിയോ കഴിക്കണത് എന്നിലുണ്ട്. എല്ലാം നമുക്ക് കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയി എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളത് പറയും. അതാണ് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് വടക്കേ സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഇനി എന്നെടുത്തത് മീറ്റ് ചെയ്യുന്നുള്ളതിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. അതുപോലെ എല്ലാവരും നമ്മൾ അങ്ങോട്ട് മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്യാത്ത ചെക്കനായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ വിട്ട് പോകുമ്പോൾ അവനും വിഷമം, അവനും കരച്ചിലായി. സോ അത്രയും എല്ലാവരും ഞങ്ങൾ കണക്റ്റഡ് ആയിരുന്നു. ഞാനും ജോഷും കയറി വടക്കാഞ്ചേരിക്കുള്ള ഒരു ബസ്സിൽ. അപ്പോൾ നമ്മുടെ ഈ 3 ദിവസത്തെ വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എനിക്കും ബൈ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോസിലൂടെ നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ.